ഞങ്ങളിപ്പോൾ തൊടുപുഴയിൽ ചെപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിങ്ങല്ലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്നത്. ഇവിടെ ഒരു റിസോർട്ടിൽ സ്ഥലം നോക്കി തൈ വെക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ആണ് ഇവിടെ കുറേ തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു 3 വർഷമായ ചന്ദനമരത്തിൻ്റെ ഒരു ഉയരവും വളർച്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഏതാണ്ട് 4 ഇഞ്ച് വണ്ണത്തിലാണ് ഇപ്പം വളർച്ച വന്നേക്കുന്നത്. വണ്ണം പൊക്കം കണ്ടോ, എന്നെ 2 ആൾ പൊക്കത്തിന് മേളിലാണ് ചന്ദനമരം നിൽക്കുന്നത്. ഇതുകൊണ്ട് കൂടെ കണിക്കൊന്നയും കൂടി വെച്ചപ്പോഴാണ് നല്ല രീതിയിൽ ഇതുകൊണ്ട് കണിക്കൊന്നയുടെ അതേ വണ്ണത്തിലാണ് ഇവിടെയും വണ്ണം വന്നേക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ചന്ദനമരത്തിന് ഒരു ഹോസ് പ്ലാന്റ് 2-ാം വർഷമൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രോത്ത് ആയിട്ട് കിട്ടും. പിന്നെ അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ വന്നേക്കുന്നത്. ബ്രാഞ്ചെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ഒറ്റ തടിയായിട്ട് കൊണ്ടുപോകണം. ഇത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചന്ദനമരം വെച്ചിട്ട് 50 കൊല്ലം ആകുമെന്ന് പറയുന്ന തൽപരകക്ഷികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഇത്. എന്നാൽ അങ്ങനെയൊന്നും അല്ല. ഇത് നമ്മൾ നല്ല രീതിയിൽ വളർത്തുക, വളങ്ങൾ കൊടുക്കുക, ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുക. ഇത് ഇവിടെ വെച്ച് ഇതിന് ഇതുവരെയായിട്ട് ആരും വെള്ളം ഒഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഒരു മലയുടെ കുന്നിൻ്റെ പ്രദേശത്താണ്. നമ്മൾ നല്ല രീതിയിൽ സമയത്തിനനുസരിച്ച് കൃഷി നടത്തി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പൊന്നു വിളയും. ആ രീതി മണ്ണ് ചതിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്തിയ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഫ്യൂച്ചറും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു.